ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ തോട്ടടയുള്ള SM കോളേജിൻ്റെ അരികിലാണ്. അപ്പം കോളേജിൽ എന്താ കാര്യം എന്നായിരിക്കും, കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതല്ല, പഠിപ്പിക്കാനും പോകുന്നില്ല. കോളേജിൽ നമ്മുടെ കണ്ണൂർ സർവകലാശാല കലോത്സവം നടക്കുകയാണ്, യൂണിയൻ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ആസ്വദിക്കുവാനും പരിപാടി പങ്കെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പേരൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ കണ്ട് ചില ചോദ്യം ചോദിക്കുക, ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ തോട്ടടയിൽ SM കോളേജിൻ്റെ അരികിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ബിഗ് ടീം എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്, പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പരിചയപ്പെടാം, ചോദ്യം ചോദിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. പരിചയപ്പെടാൻ റെഡി. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമസ്കാരം, ഗുഡ് ഈവനിങ്. കൂളിംഗ് ഗ്ലാസ് വെക്കുക, അല്ല അങ്ങ് വെക്ക്, അല്ല വെച്ചോ, അതൊരു ഭംഗിയല്ലേ? ഓക്കെ, പേര് മിസ്റ്റർ ഷാൻ. മിസ്റ്റർ ഷാൻ. യെസ്, മിസ്റ്റർ ഷാൻ. അല്ല, അത് സാധാരണ ഷാൻ എന്ന് പേരുണ്ട്, മിസ്റ്റർ എന്നുള്ളത് പേര്. അങ്ങനെ നമ്മളിപ്പം SLC ബുക്കിലൊക്കെ തന്നെയാണ് പേര്, കോളേജിലൊക്കെ അതിന്റെ പേര് മിസ്റ്റർ ഷാൻ. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പേര്, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം. ഇതാണ്. ഓക്കെ, താമസിക്കുന്നത് എവിടെയാ? തളിപ്പറമ്പ് കുപ്പം. പഠിക്കുന്ന കോളേജിന്റെ പേര്? അങ്ങനെയൊന്നുമില്ല, ഇഗ്നോ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. ഓപ്പണാണ്, നല്ല ഡിസ്റ്റൻസ്. ഓക്കെ, പേര് ഷഹാന. സ്ഥലം? തളിപ്പറമ്പിൽ. എവിടെ? ചുഴലിയാണ്. ഓക്കെ, പഠിക്കുന്നത് MM കോളേജ്. പേര്? മിസ്ഹബ്. സ്ഥലം? കുപ്പം. പഠിക്കുന്നത് ഇതേ കോളേജ്? എല്ലാവരും ഒരേ കോളേജിലാണ്. ഓക്കെ, പേര്? ഷാസ്. എവിടെ സ്ഥലം? പാപ്പിനിശ്ശേരി. അപ്പുറമാണ് ഇപ്പുറം, അതായത് ഗേറ്റ് എടുത്താണോ അല്ലെങ്കിൽ ചികിത്സാ കേന്ദ്രത്തിന്റെ അവിടെയല്ല? ശരിക്കും പാപ്പിനിശ്ശേരി വെസ്റ്റ് ഈസ്റ്റ് അങ്ങനെ പറയാം. എന്റെ പാപ്പിനിശ്ശേരി കുറച്ച് പോവാനുണ്ട് ഉള്ളോട്ടോ, വെസ്റ്റ് അല്ല ഈസ്റ്റ് അല്ല. ശരിക്കും ആ സ്ഥലത്തിന്റെ പേരെന്ന് പറയാ? എന്റെ കീച്ചേരി എന്ന് പറയും. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ. പേര്? അഫ്ന. എവിടെ സ്ഥലം? ചുഴലി. സഹോദരിയുടെ വീട്ടിന്റെ അടുത്ത് തന്നെ. ഓക്കെ, പേര്? മുസ്താഖ്. എവിടെ സ്ഥലം? കുപ്പം. സഫ്ന. ചെറുകുന്ന്. തറ. അതെന്താ പറയാ? ചെറുകുന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഡയലോഗ് എന്താ? ചെറുകുന്ന്. നമ്മൾ പറയുമ്പോൾ ചെറുകുന്ന് തറ. ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, പേര്? എവിടെ സ്ഥലം? ചുഴലി. അപ്പോൾ ചുഴലിയാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ. നിഷാൻ. എവിടെ സ്ഥലം? കുപ്പം. റംഷാദ്. കുപ്പം. സാദിഖ്. കുപ്പം. അപ്പം കുപ്പക്കാരുടെ കൈ നോക്കി 1 2 3 4 5 6 ആൾ കുപ്പത്തുള്ള ആൾക്കാരുണ്ട്. ചുഴലിയിൽ എത്ര പേര്? 3. അപ്പം കുപ്പം തന്നെയാണ് ഒപ്പം നിൽക്കുന്നത് കുപ്പക്കാർക്കാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും പരിപാടി പങ്കെടുക്കുന്നുണ്ടോ? ഫ്രണ്ട്സ് പങ്കെടുക്കുന്നുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വന്നതാണ്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഈ കൂടുതൽ പാട്ട് പാടുന്ന ആള് ഒരു 4 गुलशन में रंग तेरा, हर गुल में तेरी बू है, हर सिमात तेरा जलवा, हर शेम तू ही तू है, गुलशन में रंग तेरा. അടിപൊളി, സൂപ്പർ, നല്ല വോയിസ്. ഒരു മലയാളം പാട്ട് കൂടി പറയേ. ഉയിരിൽ തൊടും തളിർ വിരലാവണേ നീ, അരികെ നടക്കണേ അലയും സൗണ്ടോ. സൂപ്പർ, നന്നായിട്ട് പാടാൻ പോകാറുണ്ടോ? നല്ല ശബ്ദമാണ് ദൈവം സഹായിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യാന്നുള്ള കാര്യമാണ്, എല്ലാവരും കിട്ടില്ല അല്ലേ? എന്തായാലും പാടുക എന്നുള്ളതാണ്. നമ്മുടെ ജെൻസ് ആരെങ്കിലും രണ്ടും ഇതുപോലെ പാടും? സാധിക്ക്. അപ്പൊ സാധിക്കില്ല. പാടുന്നില്ല. ഓക്കെ, സാധിക്കും. പാടുന്നില്ല, ചെറിയ പാട്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ പാടുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സ്പൈഡർ നൽകുന്ന സമ്മാനമുണ്ട്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ, ചോദ്യം വളരെ സിമ്പിളാണ്. ഇനി മാവിൽ മാങ്ങ ഉണ്ടാകേണ്ട സമയമാണ് അല്ലേ? മാവിൽ മാങ്ങ ഉണ്ടാകേണ്ട സമയമാണ്. അങ്ങനെ പല മാങ്ങയുടെ പേരുണ്ട് അല്ലേ? കുറ്റ്യാട്ടൂർ മാങ്ങ, നമ്പ്യാർ മാങ്ങ, അങ്ങനെ പല മാങ്ങയും മാവിലുണ്ടാകാറുണ്ട്. എൻ്റെ ചോദ്യം, ചില സമയത്ത് ചില ഘട്ടങ്ങളിൽ ഗുണവും ചില സമയത്ത് ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന മാവ് ഏതാണ്? അതായത് മാവിൽ പല സ്ഥലത്തുള്ള മാങ്ങയ്ക്ക് പല പേരുണ്ട്, പല ടേസ്റ്റുള്ള മാങ്ങയുണ്ട്.
അപ്പം എൻ്റെ ചോദ്യം, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഗുണകരവും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാവ് ഏതാണ്? കശുമാവ്. അതായത് മനസ്സിലായിട്ടില്ല. അതായത് ചില ഘട്ടങ്ങളിൽ നമുക്ക് ഗുണപ്രദവും ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാവ് ഏത്? ദോശമാവ്. അറിയില്ല. രക്ഷയില്ല. ഇവിടെ ഉപ്പുമാവല്ല. ആൻസർ ആണല്ലോ. റിയൽ ആൻസർ. രക്ഷയില്ല. കായൽമാവാ? അതെ, കായൽമാവ് കേട്ടിട്ടില്ല. എന്ന് പറയുന്ന ഒരു കായൽമാവ് ഉണ്ട്, അത് ചില സമയങ്ങളിൽ ദോഷകരമായിട്ടുണ്ടാവും. അപ്പം വീണ്ടും കാണാം. കിട്ടിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. ഓക്കെ, ഇവർ 5 പേര് ഒരുമിച്ച് നടന്നു വന്നാണ്. 2 പേര് രക്ഷപ്പെട്ട്, 3 പേര് ഇവിടെ ഉണ്ട്. പേരെങ്ങനെ? വിസ്മയ. എവിടെ സ്ഥലം? അഴീക്കോട് മീൻകുന്ന്. ഓക്കെ, പേര്? കൃഷ്ണ. എവിടെ സ്ഥലം? കാപ്പാട്. ആ, പേര്? അവന്തിക. സ്ഥലം? അലവിൽ. 2 പേര് ആ റൂട്ട്, ഒരാൾ ഈ റൂട്ട്. പഠിക്കുന്ന ഏത് കോളേജിലാണ്? ITM. ഓക്കെ, എന്തെങ്കിലും പരിപാടി പങ്കെടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. ആർട്സും ഇല്ല, സ്പോർട്സും ഇല്ല. ഇപ്പോൾ കാണാൻ വന്നാണ്. ഓക്കെ, രാവിലെ വന്നാലും ഉച്ചശേഷം വന്നാണ്. ഉച്ചശേഷം. ഹോബീസൊക്കെ എന്താ? പഠനം അല്ലാതെ വേറെ എന്താണ്? ഡാൻസ് ഉണ്ടോ? എന്നിട്ടാണ് പറഞ്ഞത് ഡാൻസ് ക്ലാസ്സിൽ ഇവിടെ ഇല്ല, പിന്നെ ഹോബി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക്? ബാഡ്മിൻ്റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈവനിങ് ആണോ മോർണിംഗ് ആണോ ചെയ്യുന്നത്? ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ? ഡാൻസ് ക്ലാസിക്കലായിട്ടാണോ? വെസ്റ്റേൺ ആണ്. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ടിൽ ഉത്തരം പറഞ്ഞ 3 സമ്മാനമുണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. ജുജു ഗോൾഡൻ ഡയമണ്ട്സ് പൈനൂർ നൽകുന്ന സമ്മാനമുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്. 3 സമ്മാനമാണ്. ചോദിച്ചാൽ ഇനി വരാൻ പോകുന്നത് മാങ്ങയുടെ സീസണാണ് അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറഞ്ഞ് മാങ്ങയുടെ സീസണാണ്. പല സ്ഥലത്തുള്ള മാങ്ങയുണ്ട്. കുറ്റാട്ടൂർ മാങ്ങ, നമ്പ്യാർ മാങ്ങ, അങ്ങനെ പല മാങ്ങയും വരും അല്ലേ? പല മാങ്ങയ്ക്ക് പല ടേസ്റ്റാണ്, പല വലിപ്പത്തിലുള്ള മാങ്ങയുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, മാങ്ങ ഉണ്ടാകുന്നത് മാവിലാണ് അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ചില സമയങ്ങൾക്ക് നമുക്ക് ഗുണപ്രദവും ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാവ് ഏതാണ്? ചില സമയത്ത് നമുക്ക് ഗുണപ്രദമാവും, ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന മാവ് ഏത്? ഇവിടെ എന്തറിയോ, 3 പേരും തൊട്ടരിൽ മാവുണ്ട്, മാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. രക്ഷയില്ല. അപ്പോൾ എന്തായാലും നടക്കട്ടെ, കാണാം. താങ്ക് യു. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ബസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിന് പോകാനുള്ള തിരക്കിട്ട് പോകുന്ന 2 സൗകര്യമാരാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എൻ്റെ കാസർഗോഡാണ്. അപ്പം കാസർഗോഡ് ഇങ്ങോട്ട് പരിപാടിയാണോ വന്നാണോ? അതെ. അപ്പം നേരെ കാസർഗോഡ് എവിടെ? ഇവിടെ SM കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഡെയിലി പോയിട്ട് വരുന്നത്? അല്ല, ഞാൻ ഹോസ്റ്റൽ എവിടെയാ? ഇവിടെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിലേക്കാണ് വന്നത്? വീട്ടിലേക്ക് വന്നത്. ആ, നിങ്ങളുടെ കാസർഗോഡ് എവിടെയാ? ഉദുമയിൽ. പേര്? നന്ദന. നിങ്ങളുടെ പേര്? പഞ്ചമി. എവിടെ സ്ഥലം? കണ്ണൂർ തളിപ്പറമ്പ്. അപ്പം നിങ്ങൾ 2 പേരും ഒരു ബസ്സിൽ പോയിട്ട് ഇവർ തളിപ്പറമ്പും നിങ്ങൾ നേരെ കാസർഗോഡ് പോകും. ട്രെയിനാണ് വന്നത്? എത്ര മണിക്കാണ് ട്രെയിൻ? 6:30. ഇനി ഒരുപാട് സമയമുണ്ട്, കുഴപ്പമില്ല. യെസ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് മുൻപ് നിങ്ങൾ വല്ല പരിപാടിയും പങ്കെടുത്തായിരുന്നോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ പിന്നെ ക്ലാസ്സിൽ നിന്ന് ആരും പങ്കെടുക്കുന്ന പരിപാടി? ഇല്ല. നമ്മൾ PG ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പരിപാടി കൊണ്ട് എത്ര മണിക്ക് വന്നു ഇവിടെ പരിപാടി കാണാൻ വേണ്ടി? മോർണിംഗ്. ഏതൊക്കെ പരിപാടി കണ്ട്? സംഘനൃത്തം കണ്ട്, പിന്നെ ഫോക്ക്, പിന്നെ ഗേൾസ് ബോയ്സ് അവരത് കണ്ട്, പിന്നെ മാർഗം കളി കണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം കാണുക മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങളങ്ങനെ ഡാൻസ് ഒക്കെ ഒന്ന് ചെയ്യാറുണ്ടോ? ഞാൻ തിരുവാതിര കളിച്ചായിരുന്നു. കഴിഞ്ഞോ? ആ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളോ? ഇല്ല, കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും തിരുവാതിര കളി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. കാസർഗോഡും അതുപോലെ തളിപ്പറമ്പുമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനം 3 സമ്മാനമുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ, നമ്മൾ തൊട്ട് മുകളിൽ കാണുന്ന മരം ഏതാ? മാവല്ലേ? മാങ്ങ അവിടെ? പേരക്കല്ല, തൊട്ടവർ മാവാണ്. ആ, ഈ മാവിലുണ്ടാകുന്ന കായ എന്താണ്? മാങ്ങ മാവിലല്ലേ ഉണ്ടാകുന്നത് അല്ലേ? തെങ്ങിൽ തേങ്ങ ഉണ്ടാവും, പ്ലാവങ്ങയല്ലേ ചക്ക ഉണ്ടാവും. അതായത് ഇനി മാങ്ങയുടെ സീസണാണ് വരാൻ വേണ്ടി പോകുന്നത്. മാർച്ച് ഏപ്രിലൊക്കെ മാങ്ങയുടെ സീസണാണ്. മാങ്ങ ഉണ്ടാകുന്നത് മാവിലാണ്. എൻ്റെ ചോദ്യമാണ്, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉപകാരപ്രദവും ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന മാവേത്?
ചില സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്രദവും ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന മാവ് ഏതാണ്? ഈ മാവ് കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, പത്തനംതിട്ടയുണ്ട്, പാലക്കാടുണ്ട്, തളിപ്പുറമൊക്കെ ഉണ്ട്. ഇത് തന്നെയാണോ? അല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ചില സമയങ്ങളിൽ പിന്നെ നമുക്ക് ഉപകാരപ്രദമാണ്, ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആ മാവേത്? രക്ഷയില്ല, ഇവിടെ രക്ഷയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, ഹാപ്പി ജേണി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്തായിട്ടൊരു ബിഗ് ടീമാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ട് സംസാരിക്കട്ടെ. സാറുടെ പേര്? പേരെന്താന്ന് ചോദിച്ചാൽ പുള്ളിക്കാരോട് എന്താ ചോദിച്ചേ? ഓക്കെ, എന്താ പേര്? ആഷ്നി. ആഷ്നി. എവിടെ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കുന്നമംഗലം. കുന്നമംഗലത്ത്? കുന്നമംഗലം. കുന്നമംഗലത്ത് സ്ഥലത്തിൻ്റെ പേര്? ആ, കുന്നമംഗലത്ത് എവിടെയാ? കുന്നമംഗലത്ത് മുറിയനർ. ആ, അത് കിട്ടാനാണ്. അപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഐശ്വരാജ കോളേജ്. ഐശ്വര്യ കോളേജിൽ. അവിടെ നിന്ന് നിങ്ങൾ പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ടോ? ആ, അതെ, നമ്മളെ കുട്ടികൾ പ്രോഗ്രാം ഉണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ പ്രോഗ്രാം കഴിഞ്ഞ് ഇനി ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേര്? നേഹ. നേഹയുടെ സ്വന്തം സ്ഥലം? എൻ്റെ സ്വന്തം സ്ഥലം മേലച്ചുവ. മേലച്ചുവ. പഠിക്കുന്നത്? മട്ടന്നൂർ കോളേജ്. മറ്റൊരു കോളേജ്. ഓക്കെ. പരിപാടി പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. ആ, എന്തൊരു അഭിമാനത്തോടെ പറയുന്നറിയാം. ഇല്ല, ഇവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞു. പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? എന്താണ്? പ്രസംഗം മലയാളം. മലയാള പ്രസംഗം. അന്ന് സബ്ജക്റ്റ് എന്തായിരുന്നു? സബ്ജക്റ്റ് നവോത്ഥാന മൂല്യങ്ങൾ കൈമോശം വരുന്ന കേരളം. അതെച്ചാൽ നവോത്ഥാന മൂല്യങ്ങൾ കൈമോശം വരുന്ന കേരളം. എത്ര മിനിറ്റ് മുന്നേ അതിൻ്റെ വിഷയം തന്നത്? അതൊരു 5 മിനിറ്റ് മുന്നേ നമ്മൾ സ്റ്റേജിലൊക്കെ ഇതിൽ കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ലേ? ഓക്കെ. ആ, പേര്? ദിവ്യ. എവിടെ സ്ഥലം? ഇരിട്ടി. ഇരുട്ടി. ദിവ്യ എന്ന പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ് വന്നിട്ട്. എന്താണ്? വെസ്റ്റേൺ മ്യൂസിക്. ആ, അത് ശരി, വെസ്റ്റേൺ മ്യൂസിക്. അപ്പോൾ നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്ത ആൾക്കാരാണോ? അല്ലല്ല, ഞാൻ മാത്രം. നിങ്ങൾ മാത്രമാണ്, സിംഗിളാണ് വെസ്റ്റേൺ മ്യൂസിക്കിൽ. പിന്നെ കഴിഞ്ഞ പെർഫോമൻസ് മൊത്തം കഴിഞ്ഞോ? അടിപൊളി, വെരി ഗുഡ്. ഓക്കെ. ആ, ഇവിടെ പേര്? സാനിയ. സാനിയ. സാനിയ മിർസ. സാനിയ. മിർസ എവിടെ സ്ഥലം? പാനൂര്. പാനൂര്. പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ? ഒന്നും പങ്കെടുത്തില്ല. ആ, സഹോരി? ജാസ്മിൻ. 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 ഓക്കെ. അവിടെ പേര്? വൈദേഹി. ആര്? വൈദേഹി. വൈദേഹി. ഷോർട്ടായിട്ട് എന്ന് വിളിക്കും? വൈദേഹി. വൈദേഹിയിൽ വൈകി എന്ന് വിളിക്കും? അല്ല, വൈദു എന്ന് വിളിക്കും. ഇവിടെ സ്ഥലം എവിടെയാ? മുഴക്കുന്ന്. മുഴക്കുന്ന്. ഇരുട്ടി. ആ, ഓക്കെ. നിങ്ങളുടെ സ്ഥലം പറഞ്ഞില്ല? തായത്തെരു. യെസ്. ആ, പേര്? ഹിബ. ഹിബ. എവിടെ താമസിക്കുന്നത്? തായത്തെരു. തായത്തെരു. ഓക്കെ. പരിപാടി പങ്കെടുത്തോ? ഉണ്ട്, ഫ്രൈഡേ ഉണ്ട് എന്താണ്? പ്രോഗ്രാം. മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ്. ആ, ഗ്രൂപ്പാണ്, കുഴപ്പമില്ല. ഇതൊരു ഗ്രൂപ്പാണ്. ഇതൊരു ഗ്രൂപ്പാണ്. പക്ഷേ നിങ്ങൾ സിംഗിളായിട്ട് പാടുന്നു. 4 പേര് നിങ്ങൾ പാടുന്ന മാപ്പിളപ്പാട്ട് 4 പേര്. രണ്ട് പഠിക്കും. അണൈവാനെ കേണിയതിൽ പിണയാകും ഷെഫിയോരെ തുണയാനെ ആസ്മാബി കുമാരി നല്ലിസ്മാനെ. ഓക്കെ, അടിപൊളി. ഒരു ക്ലാപ്പ് കൊടുക്കൂ. ആ, വൈദേഹി എന്നും പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. ഒന്നുമില്ല. കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മള് യൂണിയൻകാരാ കോളേജിൽ. കോളേജിന്റെ യൂണിയൻകാരാണ്. എന്താണ് നിങ്ങളുടെ സ്ഥാനം? എന്താണ് യൂണിയൻ? ഞാൻ യൂണിയൻ ചെയർമാൻ. യൂണിയൻ ചെയർമാനാണ്. അത് ശരി, അറിഞ്ഞില്ല. അപ്പം വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ, യൂണിയൻ ചെയർമാൻ പരിചയപ്പെട്ടതിൽ. പരിപാടി മൊത്തം അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം ഏതാണ്ട് പോയിന്റ് നിലയിൽ ഏത് കോളേജാണ് മുന്നിട്ടിരിക്കുന്നത്? പയ്യന്നൂർ കോളേജാണ്. യെസ്. അപ്പം ഞാൻ ചെറിയ ഒരു ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ വലിയൊരു 3 സമ്മാനം തരും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ചോദിച്ചാൽ ഈ മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്ന മാസം മാങ്ങ എന്ന് പറയുന്ന പഴം ഉണ്ടാകുന്ന സമയമാണ് അല്ലേ? ഇപ്പം അത് ചെറുതായിട്ട് പൂവിട്ട് തളിരിട്ട് വരുന്നേ ഉള്ളൂ. മാവ് അല്ലേ? ഈ മാങ്ങ ഉണ്ടാകുന്നത് എവിടെയാണ്? മാവിൽ. മാവിൽ മാങ്ങ ഉണ്ടാവുന്നു, തെങ്ങിൽ തേങ്ങ ഉണ്ടാവുന്നു, പ്ലാവിൽ ചക്ക ഉണ്ടാവുന്നു. ഒക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അതായത് മാങ്ങ ഉണ്ടാകുന്നത് മാവിലാണ്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഈ മാവുമായിട്ട് അതിന് ബന്ധമില്ലേ? ചോദ്യം, ചില സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്രദവും ചില സമയങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാവേത്? ഇവിടെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഉപ്പുമാവാണെങ്കിൽ ഗോതമ്പിൻ്റെ ആണോ തരിയുടെ ആണോ? എന്തിൻ്റെ ഉപ്പുമാവ്? ഗോതമ്പ് ഉപ്പുമാവ്. ആ, നമുക്ക് ചിലപ്പം പിന്നെ ഗുണകരമാണ്. വിശക്കുമ്പോൾ ബുദ്ധിമുട്ടെപ്പോഴാണ് ഉണ്ടാകുന്നത്? ദിവസം ഇങ്ങനെ വീട്ടിൽ വെച്ചോണ്ട് ദിവസം ഉപ്മാവൊക്കെ അമ്മ ഒന്ന് മാറ്റി പിടിക്കേണ്ട, അമ്മ ഉപ്മാവ് വേണ്ടെന്ന് പറയും അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപ്മാവിനെ പിന്താങ്ങുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഉപ്മാവാണ് ശരിയെന്ന് പറയുന്ന ആള് നിങ്ങളും പറയുന്നില്ല? ആലോചിക്കാണ്. ഓക്കെ. അപ്പൊ ഇവിടെ 2 ഉത്തരം പറഞ്ഞു, ഒരു ഉപ്മാവും ഒരു ഊഷ്മാവും.
ഊഷ്മാവ്. ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴാണ് ഉപകാരപ്രദമാകുന്നത്? ഉപകാരം നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഊഷ്മാവ് കൂടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. എപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ബുദ്ധിമുട്ട് ഓവറായി കഴിഞ്ഞാൽ അത് എപ്പോഴും ഓവറായിക്കൊണ്ട് വരുന്നേനി ഇനിയിപ്പോൾ പ്രകൃതിയിൽ എപ്പോഴും ഓവറായിക്കൊണ്ട് വരുന്നേ? നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കല്ല. ഏതായാലും നമ്മുടെ ചോദ്യം ചോദിച്ചപ്പോൾ പലരും രസകരമായിട്ട് ഉപ്മാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത് അരിമാവ്, ഗോതമ്പ് മാവ്, ദോശമാവ് എന്നൊക്കെ ഒരുപാട് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കറക്റ്റ് ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. സൗയുടെ പേര് നേഹയാണ്. ഉത്തരം ഊഷ്മാവാണ്. ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടെന്ന് പറയും. നമ്മളിപ്പം പാചകം ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഊഷ്മാവ്, നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി മാർച്ച് ഏപ്രിലൊക്കെ വരും. ഇപ്പം തന്നെ നമുക്ക് ഊഷ്മാവിൻ്റെ അവസ്ഥ കൂടിക്കൂടി വരികയാണ്. ഇനി ചൂടങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ. ഈ മാവ് കണ്ണൂർ മാത്രമല്ല പാലക്കാടുണ്ട്, എല്ലാ സ്ഥലത്തുള്ള മാവാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. ഉത്തരം പറഞ്ഞ പേര് നേഹയ്ക്കുള്ള സമ്മാനം ഹാൻഡ് ഓവർ ഞാനല്ല, നമ്മുടെ ക്യാമ്പസ് ചെയർമാൻ എന്നാ പേര് പറഞ്ഞ് വൈദേഹിയാണ്. സ്ഥലം മുഴക്കുന്നുള്ള വൈദേഹിയാണ്. കോളേജ് ചെയർമാനാണ്. സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പം നല്ല ക്ലാപ്പ് കൊടുക്കാം. ഇത് എക്സ്, ഇത് വൈ, ഇത് മുന്നേ ഉള്ള ചെയർമാനാണ്. ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ചെയർമാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം മുൻ ചെയർമാൻ ഉത്തരം പറഞ്ഞുകൊണ്ട് മുൻ ചെയർമാനുള്ള സമ്മാനം ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചെയർമാൻ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നുണ്ട് സ്നേഹ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാം. കണ്ണൂരുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്, അതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. അതുപോലെ തന്നെ പയ്യന്നൂരുള്ള ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്, ഇത് ഹാൻഡ് ഓവർ ചെയ്യാം. ഗോൾഡ് അത് സ്വർണ്ണമല്ല സമ്മാനം, അത് ഓക്കെ, അത് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടാൽ. കാണാം. താങ്ക് യു എല്ലാവരോടും. ഓക്കെ സാർ. അങ്ങനെ ഊഷ്മാവ്, ചൂട്, അതിൻ്റെ പവർ അല്ലേ. അപ്പോൾ എന്തായാലും അത് കൂടി വരുന്ന സമയമാണ്. ചൂട് നമ്മുടെ പ്രകൃതിയിലൊക്കെ ചൂട് കൂടി വരുന്ന സമയമാണ്. അപ്പോൾ നല്ല മാർച്ച് ഏപ്രിലൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം എന്താ പറയുക വറ്റിപ്പോകുന്ന സന്ദർഭമാണ് ഇനി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചിട്ട് തിളപ്പിച്ചാറ്റ വെള്ളം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കുക, ഉപ്പിട്ട വെള്ളം കുടിക്കുക എന്നൊക്കെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് അറിയുന്നവർ, ഞാൻ പറയുന്നതല്ല, ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പോലെ കേട്ടിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മളെല്ലാം ഏത് സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. ഹാപ്പി ബൈ.